ഹായ്, ഗുഡ് ഈവനിങ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ടേ ഒരു സ്വീറ്റ് ലബാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ ഈ ഡിസേർട്ട് ടൈപ്പൊക്കെ സ്വീറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 2 ദിവസമായിട്ട് അപ്പൂസ് അവിടെ അത് തുടങ്ങിയപ്പോൾ മുതൽ അപ്പൂസ് പറഞ്ഞുകൊണ്ടിരിക്കുക, അമ്മ അവിടെ പോയിട്ട് അത് കഴിക്കണം, നല്ല ടേസ്റ്റ്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അപ്പു വിഷയമാക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വിചാരിച്ചു എന്നാൽ ശരി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അച്ഛയുടെ അടുത്ത് പറഞ്ഞ പോലെ അച്ഛൻ റെഡിയായിട്ട് വെളിയിരിക്കും. അപ്പോൾ അച്ഛയോട് ഞാൻ വാ പോകാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറയാം ശരി, റോഡിൽ പോയി എന്നെ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന്. അങ്ങനെ ഞാൻ മുന്നേ പോയി എൻ്റെ പുറകെ എൻ്റെ അച്ഛൻ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെളിയിൽ ഇറങ്ങി. അപ്പോൾ ശരി, ഇവിടെ തൊട്ടടുത്തായിട്ടല്ലേ. അപ്പോൾ 2 പേരും 2 ബൈക്ക് എടുത്തു. 2 പേരും 2 ബൈക്ക്, ഞങ്ങൾ 4 പേരും കൂടെ ഇങ്ങനെ, ഒരാൾ ബുള്ളറ്റ് എടുത്തു, ഒരാൾ അയാളുടെ ബൈക്ക് എടുത്തു. അങ്ങനെ ഞങ്ങൾ 2 വീലറിൽ തൊട്ട് താഴായിട്ടാണ്, വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. ഇവിടെ നമുക്ക് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ എളുപ്പം നിങ്ങൾ എത്തും. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ വെറുതെ ഒന്ന് പോയി ഒന്ന് കറങ്ങിയത്. എന്താ സംഭവം എന്ന് കണ്ടിട്ട് പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയതാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അവിടേക്ക് പോകുന്നത്. സ്വീറ്റ് ലബാൻ എൻ്റെ കൂട്ടുകാർ കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഇതുവരെയായിട്ടും കഴിച്ചിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിനടുത്തായിട്ട് ഓപ്പൺ ആയപ്പോൾ പിന്നെ പോയില്ലെങ്കിൽ ശരിയാവത്തില്ലല്ലോ. അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടെ വന്നപ്പം എന്തൊക്കെയോ വെറൈറ്റി സംഭവങ്ങളുണ്ട്. അങ്ങനെ പിന്നെ ഏതോ ഒരു 2 തരത്തിലുള്ള സ്വീറ്റ് ഓർഡർ ചെയ്തു. അപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഞാനും വെച്ച് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഇവരുടെ കോമ്പിനേഷൻ വന്നിട്ട് ആ ഒരു ബ്ലൂവും വൈറ്റുമാണ്. നല്ല രസമാണ്. അവരുടെ യൂണിഫോം വരെ ആ ഒരു കളറാണ് കേട്ടോ. കാണാൻ നല്ല രസം. അങ്ങനെ 2 തരത്തിലുള്ള ഇത് ഓർഡർ ചെയ്തു. ഒന്ന് ചീസ് ബോംബ് പോലും, അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സംഭവമാണ് ഓർഡർ ചെയ്തു. അങ്ങനെ 2 തരത്തിലുള്ള സ്വീറ്റാണ് ഓർഡർ ചെയ്തത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ്. പക്ഷേ ഞാനിപ്പം സ്വീറ്റൊക്കെ കഴിക്കുന്നത് കുറച്ചത് കൊണ്ട് എനിക്ക് ഒരുപാട് സ്വീറ്റ് കഴിക്കാൻ എന്നെ കൊണ്ടൊക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എല്ലാത്തിൽ നിന്നും കുറേശ്ശെ കഴിച്ചു. പക്ഷേങ്കിൽ ആ സ്വീറ്റ് കഴിച്ചപ്പോഴത്തേന് എനിക്ക് മൊത്തത്തിലൊരു മത്ത് പിടിച്ച അവസ്ഥയായി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ആ സ്വീറ്റ് അധികം അങ്ങനെ കഴിച്ച് ശീലം ഇല്ലാത്തവർ പെട്ടെന്ന് നമുക്ക് ഇച്ചിരി സ്വീറ്റ് കഴിക്കുമ്പോഴത്തേനൊരു വല്ലാത്തൊരു ഇതാണ്. കാരണം ഇത് പിന്നെ വേറൊരു ടേസ്റ്റ് കൊണ്ടാണ്. പക്ഷേ എൻ്റെ മക്കൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു കേട്ടോ. എൻ്റെ അപ്പൂസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ മൂത്ത മകൻ, അവരും 2 പേരും ഇഷ്ടപ്പെട്ടൊക്കെ കഴിച്ചു. എനിക്ക് പക്ഷേ അത്ര അങ്ങോട്ട് പിടിച്ചില്ല. അപ്പോൾ അച്ഛയോട് ഞാൻ പറഞ്ഞ, അച്ഛാ എനിക്ക് ഈ സ്വീറ്റ് എല്ലാം കൂടെ കഴിച്ചിട്ട് എനിക്കൊരു തല മത്ത് പിടിച്ച പോലെ തോന്നുന്നു, അതുകൊണ്ട് എന്തെങ്കിലും എരിവായിട്ട് എനിക്ക് എന്തെങ്കിലും കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ശരിയെന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പം പിന്നെ വേറൊന്നും നോക്കിയില്ല, പിന്നെ ഞങ്ങൾ അവിടേക്ക് പോയി. അവിടെ ചെന്നിട്ട് എന്നാൽ ശരി ഇവിടുന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് ഇച്ചിരി എരിവോടെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ കയറി. ഇവിടെ വന്നിട്ടാണെങ്കിൽ അൽഫാമോ അത് കഴിഞ്ഞിട്ട് വേറെ എന്താണ് ലൈറ്റായിട്ട് എന്തോ ഓർഡർ ചെയ്തതുള്ളൂ കേട്ടോ. ഒരുപാടൊന്നും ഓർഡർ ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത സംഭവം വന്നു. എല്ലാവർക്കും ഓരോ പീസ് ചിക്കനും ഓരോ കുബൂസ് പോലെ ഇരിക്കുന്ന സംഭവം. അത് ചപ്പാത്തിയാണോ കുബൂസാണെന്ന് അറിയത്തില്ല കേട്ടോ. ആ ഒരു പരുവത്തിലുണ്ട്. അങ്ങനെ അത് 2ഉം വന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ചട്നി ഉണ്ടായിരുന്നു, അതുപോലെ മയോനൈസ്, അതുപോലെ തന്നെ ഒരു അല്പം സലാഡ്, ഇതെല്ലാം കൂടെ ഒക്കെ ചേർത്തിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കഴിക്കുമ്പോഴത്തേന് ഇന്ന് വയറ് നിറയും. അപ്പോൾ ഇന്നത്തെ രാത്രിത്തെ ഡിന്നർ ഇവിടെ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വീട്ടിൽ പാചകം എന്ന് പറയുന്ന സംഭവം ചെയ്തിട്ടില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ പുറത്തായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇനി പ്രത്യേകിച്ച് പാചകത്തിന് കയറണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ രാത്രിയിലും എന്നാൽ ശരി പുറത്തുനിന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇന്നത്തെ ദിവസം ഇങ്ങനെയും കഴിഞ്ഞു. ചില ദിവസങ്ങളിലെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു റെസ്റ്റ് നമുക്ക് വേണ്ടേ. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ എപ്പോഴും അടുക്കളയിൽ കിടന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുക മാത്രമല്ലല്ലോ, ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ ഒരു ചേഞ്ചൊക്കെ വേണ്ടേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ റെസ്റ്റൊക്കെ നമുക്ക് വേണ്ടേ. എപ്പോഴെങ്കിലുമൊക്കെ അടുക്കളയ്ക്ക് ഒരു റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ അങ്ങനെ ശരിയെന്ന് വിചാരിച്ച് ഇന്ന് പാചകം ഒന്നും ചെയ്തില്ല, എല്ലാം ഇന്ന് ഫുള്ള് പുറത്തുനിന്നായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണെങ്കിൽ ഒരു ലൈം ടീയും കൂടെ ഓർഡർ ചെയ്തു. അങ്ങനെ ഇനി ആ ലൈം ടീയും കൂടെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇനി വീട്ടിലേക്ക് പോകണം. എന്തായാലും ഇവിടെ നേരത്തെ വന്ന് ഫുഡ് കഴിച്ചു, അതുകൊണ്ട് സമയമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി ഇവിടെ വന്ന് ഇനി വണ്ടി എടുത്തിട്ട് വീട്ടിലേക്ക് പോകണം. എന്തായാലും ഇന്നത്തെ ദിവസം പോയതേ അറിഞ്ഞില്ല. ഇന്ന് രാവിലെ മുതൽ കറക്കുമായിരുന്നു. എല്ലാ ദിവസമൊന്നും നമുക്കിങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനെ കൊണ്ട് പറ്റത്തില്ല. എനിക്കത് താല്പര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിലൊരിക്കലൊക്കെ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു ദിവസം നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ അടുക്കളയിൽ പാചകം ചെയ്യാതെ ഇങ്ങനെ പുറത്തൊക്കെ പോയി ഒന്ന് നമ്മൾ റിലാക്സ് ചെയ്യുന്നത് ഏറ്റവും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി തിരിച്ച് വീട്ടിലേക്ക് വേണം. രാത്രി 2 വീലറിൽ ഡ്രൈവ് ചെയ്യാൻ നല്ല രസം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇനി വണ്ടിയെല്ലാം എടുത്ത് അകത്തേക്ക് വെച്ച് ഇനി ഗേറ്റൊക്കെ പൂട്ടി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം. എൻ്റെ വണ്ടി അന്ന് കടയിൽ പോയപ്പം വെളിയിലിരിക്കുമായിരുന്നു. അപ്പോൾ അപ്പൂസിനോട് ഞാൻ പറഞ്ഞാൽ വണ്ടി എടുത്തങ്ങ് അകത്ത് വെക്കെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അപ്പൂസ് എൻ്റെ വണ്ടിയും കൂടെ എടുത്ത് അകത്തങ്ങ് വെച്ചു. അപ്പൂസ് ഇപ്പോൾ എല്ലാ 2 വീലറും ഓടിക്കും. അച്ഛയുടെ ബുള്ളറ്റും അപ്പൂസ് ഓടിക്കും. അപ്പോൾ അതുകൊണ്ട് അപ്പൂസിന് ഭയങ്കര സന്തോഷമാണ്. ഇടയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയ കടകളിലൊക്കെ പോകാൻ വേണ്ടി അവൻ്റെ ഞാൻ ഇങ്ങനെ വണ്ടി കൊടുത്ത് വിടും, അല്ലാതും കൊടുത്ത് വിടാറില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്താണ്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ, സി യു.